بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق. അല്ലാഹു പടച്ചതിൽ വെച്ച് ഏറ്റവും ഷറായതിന്റെ ബുദ്ധിമുട്ടിൽ നിന്നിട്ട് അല്ലാഹുവിനോട് ഞാൻ കാവലിനെ തേടുന്നു. ഇതുവരെ നമ്മൾ പറഞ്ഞു പടച്ചത് അവന്റെ ഖൽഖിൽ വെച്ച് ഷറായത് ശൈത്താനാണ്, അവന്റെ കാര്യമാണ് പറയുന്നത്. ഇനി മറ്റു പല മുഫസ്സിരീങ്ങൾ പറയുന്നത് അല്ലാഹുവിന്റെ ഖൽഖിൽ വെച്ച് ഷറായത് നരകമാണ്. അപ്പൊ അല്ലാഹുവിനോട് ഞാൻ നരകത്തെ തൊട്ട് കാവലിനെ തേടുന്നു എന്ന അർത്ഥം പറഞ്ഞ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ. നരകമനെ അല്ലാഹു തആല സ്വർഗത്തോട് പറഞ്ഞു, സ്വർഗത്തിനോട് പറഞ്ഞു, സ്വർഗമേ അന്തി റഹ്മത്തു, അന്തി റഹ്മത്തി, നീ എന്റെ റഹ്മത്താണ്. സ്വർഗത്തിനോട് എന്ന് പറയാം, നീ എന്റെ റഹ്മത്താണ്. എന്റെ അടിമകളിൽ നിന്നിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ നിന്നിലേക്ക് ഞാൻ പ്രവേശിപ്പിച്ചു തരും, സന്തോഷിക്കാൻ വേണ്ടി. എന്റെ റഹ്മത്താണ്, റഹ്മത്താകുന്ന നിന്നിൽ എന്റെ ഒരുപാട് അടിമകളെ നിന്നിലേക്ക് ഞാൻ ഏൽപ്പിച്ചു തരും. സ്വർഗത്തിനോട് പറയുമ്പോ നരകത്തിനോടെന്ന് പറഞ്ഞു, ഓ നരകമേ അന്ത്യ അദാബി, നീയാണ് എന്റെ അദാബിന്റെ കേന്ദ്രം, എന്റെ ശിക്ഷാ കേന്ദ്രം നീയാണ്. എന്റെ അടിമകളിൽ നിന്നിട്ട് ഞാൻ ഉദ്ദേശിച്ച ആളുകളെ നിന്നിലിട്ടിട്ട് ഞാൻ ശിക്ഷിക്കും എന്ന് നരകത്തിനോടെന്ന് പറഞ്ഞു. അപ്പൊ നരകമാണ് അള്ളാഹുവിന്റെ അദാബിന്റെ കേന്ദ്രം. അപ്പൊ അള്ളാഹു പടച്ച സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഷറായത് നരകമാണെന്നും ആ നരകത്തെ തൊട്ട് നബിയെ നിങ്ങൾ കാവലിനെ ചോദിക്കണമെന്നും അർത്ഥം പറഞ്ഞ ഒരുപാട് മഹാന്മാരായ മുഫസ്സിരീങ്ങളുണ്ട്. നരകം അത് വലിയൊരു ചിന്തിക്കേണ്ട വിഷയമാണ്. ഇവിടെ ബോധമില്ലാതെ നടക്കുന്ന ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന വലിയൊരു പനിഷ്മെന്റാണ്. നമ്മിന്റെ പലപ്പോഴും തെറ്റ് വരുന്നത് എന്തുകൊണ്ടാണ്? വിവരമില്ലാത്തത് കൊണ്ടല്ല, വിവരം എല്ലാവർക്കും ഉണ്ട്, പിന്നെ ബോധമില്ലാത്തതുകൊണ്ട്. ചില ആളുകൾ എന്തെങ്കിലും തെറ്റ് ചെയ്യാൻ ചോദിക്കും, എനിക്ക് ബോധമില്ല, ഞാൻ കണ്ടുപിടിച്ചാ അന്ന് ബോധമില്ല എന്ന് ചോദിക്കാം പലപ്പോഴും. എന്താ ബോധം ഇല്ലായ്മ കൊണ്ടാണ് മനുഷ്യരിലേക്ക് അള്ളാഹു പൊരുത്തപ്പെടാത്ത ഒരുപാട് പ്രവർത്തനങ്ങൾ വന്നുകൂടുന്നു. വിവരമില്ലാത്ത കുറവെന്ന് വിവരം എല്ലാവർക്കും ധാരാളം വിവരമില്ലാതെ, പക്ഷെ അതില്ല, ബോധമില്ലാത്തതുകൊണ്ടാണ്. ബൽആൻ എന്ന് പറയുന്ന വലിയൊരു പണ്ഡിതനുണ്ടായി, വലിയ ഖുർആൻ പേരെടുത്ത് പറഞ്ഞൊരു പണ്ഡിതനാണ് ബൽആൻ. 12,000 അദ്ദേഹത്തിന് ഒരു ദർസ് നടത്തുന്നുണ്ടെങ്കിൽ ആ ദർസിൽ 12,000 മുതാലിമികൾ എപ്പോഴും ഉണ്ടാവുന്നു. ഒരഭിപ്രായത്തിൽ 12,000 മഷിക്കുപ്പികൾ അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ ഉണ്ടാവുമായിരുന്നു. മഷിക്കുപ്പിയാണെങ്കിൽ ഒരു മഷിക്കുപ്പിന്റെ അടുത്ത് 2 ആളുകൾ എഴുതാൻ വേണ്ടിയിട്ടുണ്ടാവുന്ന. അപ്പൊ ആ കണക്കിൽ 24,000 മുതാലിമികൾ ഡെയിലി അയാളുടെ ക്ലാസ്സിൽ എത്ര ആളായിരുന്നു. നമ്മളൊരു കൊല്ലത്തിലൊരു വാദം വെച്ച് കഴിഞ്ഞ ഒരു 1000 ആൾ കൂടി ഭയങ്കര സന്തോഷമാണ്. കൊല്ലത്തിലൊരു എല്ലാ ദിവസവും മജ്‌ലിസിൽ 12,000 അല്ലെങ്കിൽ 24,000 മുതാലിമികൾ പഠിക്കാൻ പറഞ്ഞ ഭയങ്കര സദസ്സനല്ലേ, അത്ര വലിയ പണ്ഡിതനാണ്. പക്ഷെ പഠിക്കുമ്പോൾ വെച്ചതാ ഇമാനിലായ ചന്തോയാണ്. ഒരു ഭാഗമുള്ള ആൾ, അയാളെ കുറിച്ച് പിന്നെ ഖുർആൻ പറഞ്ഞത് അയാൾ നായക്കാലം അത് പ്രതീക്ഷിച്ചു. എന്താ കാരണം? വിവരമില്ലായ്മയാണോ? അല്ല, പിന്നെ ബോധം നഷ്ടപ്പെട്ടത്. ബോധം നഷ്ടപ്പെടുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ നാട്ടിൽ പരിസര നാടുകളിലൊക്കെയും അല്ലെ രാത്രി മുഴുവനും കളിക്ക് ഇസ്ലാം എതിരൊന്നുമല്ല, പക്ഷെ അതിനൊരു പരിധിയും അല്ലെ. ഇശാഇന്റെ സമയവും മഗ്‌രിബിന്റെ സമയവും തഹജ്ജുദിന്റെ സമയവും ഉറങ്ങുന്ന സമയവും എല്ലാം രാത്രി. എന്തിനാ ഈ രാത്രി എന്താ ഇരുട്ടാക്കിയത്? നമുക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ടല്ലേ. രാത്രി തെണ്ടി നടക്കാനോ കളിക്കാനോ ഇവിടെ നല്ലല്ലോ. അള്ളാഹുവിന്റെ ഒരു നിയമത്തെ നാം മാറ്റി വരുത്താൻ പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു കുറ്റത്ത. എന്തായാലും കാരണം ബോധമില്ലായ്മയാണ്. മഗ്‌രിബിന്റെ സമയത്തും കഴിയും, ഇശാഇന്റെ സമയത്തും കഴിയും, തഹജ്ജുദിന്റെ സമയത്തും കഴിയും, കിടന്നുറങ്ങുന്ന സമയത്തും കഴിയും. ഇവിടെ മാത്രമല്ല, നാട് മുഴുവൻ എന്റെ പിന്നിൽ ആളുകൾ ഒരു ഹയാത്തില്ലാത്ത ഒരു പന്തിന്റെ പിന്നിൽ മനുഷ്യർക്ക് ശ്വാസം മുട്ടിട്ട് ഓടുമ്പോ ഞാൻ ഭയങ്കര അത്ഭുതപ്പെട്ടു ഇങ്ങനെ നോക്കാം. ദുനിയാവിൽ പല പിരാന്തുകളുണ്ട്, അക്കൂട്ടത്തിലുള്ള പല പിരാന്തുകളും. എന്തെങ്കിലും കാരണം ബോധമില്ല മനുഷ്യന്. വിവരമില്ലാത്തതാണോ? രാത്രി ഉറങ്ങാനുള്ളത്. രാത്രി ഇനിയിപ്പോ നമ്മുടെ റമദാൻ വരുന്നുണ്ട്. റമദാൻ 19 വാദം അവസാനത്തെ 10 ഖിയാമല്ലയും ആ ഭയങ്കര സെറ്റപ്പും 25 രാത്രി ഫുള്ളായിട്ട് അയാത്താക്കൊണ്ടോ എത്ര എണ്ണം വെളിയിലെത്തുന്നുണ്ട്. അന്ന് അന്നുമായി നിങ്ങൾ അയാത്താക്കി രാത്രി. ഇനി ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയാണ്, കൂലി ഒരുപാട് കിട്ടും. അയാത്താക്കി അള്ള പറയും, പക്ഷെ നമ്മുടെ ബോധം അപ്പൊ പോയി. അള്ള പറയുമ്പോ ഞാൻ വരില്ല. അള്ള പറയാത്തത് നമ്മൾ ചെയ്യുന്നുണ്ട്. എന്താ കാരണം? ബോധമില്ലായ്മയാണ്. എന്താ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താണ്? അള്ളാഹു നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച അദാബിന്റെ കേന്ദ്രമായ നരകമാണ്. അള്ളാഹു കാക്കട്ടെ. ബോധം, ഖുർആനിന് അങ്ങനത്തെ ഒരു പേരുണ്ട്. ഖുർആനിന് ബോധവൽക്കരണം തരുന്ന ഒന്ന് എന്നൊരു പേരുണ്ട്. ഖുർആനിന്റെ ഒരു പേരാണ് ദിക്റിന്റെ അർത്ഥം ബോധം. ബോധവൽക്കരണ ക്ലാസ് എന്ന് പറയുന്നത്, ബോധം ഉണ്ടാക്കുന്ന ക്ലാസ്. ആ ഖുർആനിന്റെ അങ്ങനത്തെ ഒരു പേരാണ്. പക്ഷെ ചില ആളുകൾ ബോധമുള്ള ആളുകളാവും എപ്പോ
ആരാഗ്രഹത്തിലെത്തുമ്പോ നരകത്തെ ഒരുപാട് മലക്കുകൾ ചങ്ങല ഒടിച്ച് വലിച്ചു കൊണ്ടുവരുന്ന ഒരു ദിവസം നരകം ഇങ്ങനെ വലിച്ചു കൊണ്ടുവരാം. ജഹന്നമിനെ ഇങ്ങനെ കൊണ്ടുവരുമ്പോ അപ്പോഴാണ് മനുഷ്യൻ ബോധമുള്ളവനാവും. അപ്പൊ ഈ ബോധം വരാണ് മനുഷ്യനിൽ. ഇപ്പൊ ബോധം വന്നിട്ട് എന്ത് കൊടണ്ടോ? ഇപ്പൊ നിനക്ക് ബോധം വന്നിട്ട് എന്ത് കൊടണ്ട്, എന്ത് ഫായിലാണ്? മാഫി ഫായില, ഒരു ഫായിലയില്ല. ഇപ്പൊ കഴിഞ്ഞിട്ടും നിലവിളിച്ചിട്ടും ഇപ്പൊ ഞാൻ ഉഷാറാവാം, ഞാൻ നന്നാവാം എന്ന് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. പരിശുദ്ധമായ ഖുർആൻ നമ്മോട് പറയാം. അതുകൊണ്ട് ബോധം നഷ്ടപ്പെടുമ്പോഴാണ് നമ്മിൽ നിന്ന് തെറ്റുകൾ, അള്ളാഹുവിന്റെ ആ നരകത്തിലേക്ക് കടന്നു പോകുന്ന പ്രവർത്തനങ്ങൾ വരാനുള്ള കാരണം. മൊത്തം അറിയാം. ഈ അറിവെന്ന് പറഞ്ഞാൽ അറിവ്, അത് അറിവ് ഒരു വീട്ടിൽ ഒരാൾക്ക് ഉണ്ടായാൽ മതി, എല്ലാവർക്കും അത് ഓക്കെ. അറിവുള്ള ഒരാൾ വീട്ടിലുണ്ടായാൽ അൽഹംദുലില്ല, ബാക്കിയുള്ളവർക്ക് അത് മതിയാവും. പക്ഷെ ബോധമുള്ളവൻ ഒരാളുണ്ടായാൽ മതിയാവില്ല. എല്ലാവർക്കും ബോധം എല്ലാവർക്കും വേണം. അറിവ് അത് ഒരാൾക്ക് ഉണ്ടായാലും അലഹംദുലില്ലാ. ഇപ്പൊ നമുക്കറിയുന്നത് ഇങ്ങനെ കേൾക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. പക്ഷെ ബോധന എത്രമാത്രം ഉണ്ടാവില്ല, ഓരോരുത്തർക്ക് ഉണ്ടാവേണ്ടതാണ്. അതില്ലെങ്കിലോ ഇല്ലെങ്കിൽ ഭയങ്കര നഷ്ടമാണ്. എല്ലാ രൂപത്തിലും അള്ളാഹ് പൊരുത്തപ്പെടാത്ത പ്രവർത്തനങ്ങൾ നമ്മിൽ നിന്ന് കടന്നു വരും. എന്താ എന്റെ പിന്നിൽ ഇബ്ലീസാ. നമ്മളെ ബോധം അത് അതിനെ തടയാനുള്ള നല്ല മധുരമുള്ള പായസങ്ങൾ നമ്മുടെ മുന്നിൽ അവൻ ഇങ്ങനെ ചോദിച്ചു തരും. പായസം ചോദിച്ചൊരു ഇബ്ലീസ് എന്ത്? നമ്മളെ ബോധം നഷ്ടപ്പെട്ടു പോവാൻ, ബോധമില്ലായ്മ ഉണ്ടാവാൻ. അതിന്റെ കാരണങ്ങളാണ് ഇന്ന് ലോകത്ത് നടക്കുന്ന എല്ലാ അനാചാരങ്ങളും. 1, 2 കണ്ട് എന്ത് നടക്കുന്നുണ്ടോ അതിന്റെ പിന്നിലൊക്കെയും അതാണ്. ഇബ്ലീസ് ചോദിച്ചു തരുന്ന പായസം അത് ഉപയോഗിച്ചപ്പോ നമുക്കെല്ലാം വലിയ ഒരു ആഘോഷമായി തോന്നാം, എല്ലാം വലിയ ഹാപ്പി ആയിട്ട് തോന്നാം. അതിന്റെ പിന്നിൽ വരുന്ന ഭവിഷ്യത്തുകൾ, അതിന്റെ പിന്നിൽ നാം അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥകൾ, അതൊന്നും നാം ചിന്തിക്കാറില്ല എന്നതാണ്. അതുകൊണ്ട് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ നരകം ഒരുപാട് പറയേണ്ട വിഷയം, ഒരുപാട് പറയേണ്ട, മനസ്സിലാക്കേണ്ട, അതിനെക്കുറിച്ചൊരു ഭയം എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട ഒരു വിഷയം കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് മുഫസ്സിരീങ്ങൾ പറഞ്ഞു, ഫലത്തിന്റെ റബ്ബിനെ കൊണ്ട് നിങ്ങൾ കാവലിനെ തേടണം. അല്ലാഹു പടച്ചത് ഏറ്റവും ശർറായ നരകത്തിൽ നിന്ന് നിങ്ങൾ കാവലിനെ തേടണേ എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞ മഹാന്മാരായ മുഫസ്സിരീങ്ങളുണ്ട്. അല്ലാഹു തആല ആ രൂപത്തിലുള്ള ഭീകരമായ നരകത്തിന്റെ തെറ്റ് പടച്ചോനെ ഞങ്ങൾക്ക് നീ സലാമത്ത് നൽകണേ. ഞങ്ങളിവിടെ കഷ്ടപ്പെടുന്നതും അവർ ചെയ്യുന്നതും ഇബാദത്ത് ചെയ്യുന്നതെല്ലാം പടച്ചോനെ സ്വാധീനങ്ങളൊക്കെയും വലിയ വലിയ ആളുകൾ നിന്നെ കാണണമെന്ന നിയ്യത്തോടെയാണ്. സാധുക്കളായ നമുക്ക് ആ വലിയ ഈമാൻ ഇല്ലല്ലോ. ആ പലപ്പോഴും ചെയ്യുന്നതൊക്കെ നരകത്തിൽ നിന്നിട്ട് രക്ഷപ്പെടാനും സ്വർഗത്തിലും എത്തിപ്പെടാനുമാണല്ലോ. ആ നരകത്തിൽ നിന്നിട്ട് നമ്മുടെ അമലുകാരോടും ഞങ്ങൾക്ക് നീ സലാമത്ത് നൽകണേ. റഹ്മാനെ, നമ്മുടെ നാട്ടിലുള്ള ഓരോ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും നിന്നെ കുറിച്ചുള്ള ബോധം, ദീനിനെ കുറിച്ചുള്ള ബോധം, ശരീഅത്തിനെ കുറിച്ചുള്ള ബോധം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെ കുറിച്ചുള്ള ബോധം നീ നൽകണേ. റഹ്മാനെ, ആരെങ്കിലും ചില ആളുകൾ ചെയ്യുന്ന ഏതെങ്കിലും നീ പൊരുത്തപ്പെടാത്ത പ്രവണത കൊണ്ട് പടച്ചവനെ സമുദായത്തെ ഒന്നടങ്കമായി നീ പരീക്ഷിക്കണേ. അല്ലാഹ് 5 കൊല്ലം മുമ്പ് ഇതുപോലെയുള്ള ഒരു സമയത്താണ് പടച്ചവനെ നമ്മുടെ പള്ളി നടക്കുന്ന ഒരവസ്ഥ വന്നത്. പള്ളി ഇരുട്ടായ ഒരവസ്ഥ, പള്ളി തുറക്കാൻ കഴിയാത്ത ഒരവസ്ഥ, പള്ളിയിലേക്ക് വരാൻ കഴിയാത്ത ഒരവസ്ഥ. പരിശുദ്ധ റമദാനിന്റെ പുണ്യ ദിവസങ്ങൾ വന്നപ്പോ നമ്മുടെ പള്ളികൾ മുഴുവൻ അടക്കപ്പെട്ടു പോയി. പടച്ചവനെ, ഏതെങ്കിലും ചില ആളുകൾ ചെയ്ത പ്രവർത്തനത്തെ കൊണ്ട് ലോകം മുഴുവനും നീ പരീക്ഷിച്ച ഒരു സമയമായിരുന്നല്ലോ. ഇന്നും പേടിയാണ്, ഇനിയും അങ്ങനെയുള്ള ഒരു അവസ്ഥ വന്നു പോകുമോ? യാ അല്ലാഹ്, നീ കാക്കണേ. റഹ്മാനെ, റമദാനിന്റെ ദിവസത്തിന് പോലും പള്ളിയിൽ വെള്ളിയാഴ്ചയുടെ ജുമായില്ലാത്ത നാടുകൾ പടച്ചവനെ ചിന്തിക്കുമ്പോ തന്നെ പേടിയാവുകയാണ്. അല്ലാഹ്, നീ കാക്കണേ. റഹ്മാനെ, ആരെങ്കിലും ചെയ്യുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങളെ കൊണ്ട് സമുദായത്തെ മുഴുവനും നീ പരീക്ഷിക്കല്ലേ. അല്ലാഹ്, നിന്റെ പ്രത്യേകമായ സലാമത്ത് നൽകണേ. ഞങ്ങളുമായി വസിയ്യത്ത് ചെയ്തവരുടെ സർവ്വ ഹലാലായ മുറാദുകൾ ഹാസിലാക്കി തരണേ. അല്ലാഹ്, ഒരുപാട് ആളുകൾ പലവിധ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുകയാണ്. ആണുങ്ങളും പെണ്ണുങ്ങളും ചെറുപ്പക്കാരും പ്രായമുള്ളവരും മക്കളും. പടച്ചവനെ, യാ അല്ലാഹ്, ശിഫാ നൽകണേ. അല്ലാഹ്, ശിഫാ നൽകണേ. അല്ലാഹ്, ശിഫാ നൽകണേ. അല്ലാഹ്, പടച്ചവനെ, നമ്മുടെ ശരീരത്തിലുള്ള വേദനകൾ, നമ്മുടെ ഭാര്യമാരുടെ, നമ്മുടെ ഉമ്മമാരുടെ, ഉപ്പമാരുടെ, ഞങ്ങളുമായി ബന്ധപ്പെടുന്നവരുടെ ശരീരത്തിലുള്ള വേദനകൾ മുഴുവൻ മാറ്റിക്കൊടുക്കണേ. അല്ലാഹ്, ഗൾഫിലേക്ക് യാത്ര പോകുന്നവർ, ഇങ്ങോട്ട് യാത്ര വരുന്നവർ, അതുപോലെ നിങ്ങൾ ഓരോരുത്തരും ഓരോ ദിവസങ്ങളും പല യാത്രകൾ ചെയ്യുന്നവരാണല്ലോ. പടച്ചവനെ, യാത്രാ സമയങ്ങൾ നിന്റെ പ്രത്യേകമായ കാവല് നൽകണേ. അല്ലോ, സലാമത്ത് നൽകണേ. ഒരു അപകടത്തിൽ നിങ്ങൾ ആരെയും നീ പെടുത്തല്ലേ. അല്ലോ, പരിശുദ്ധമായ ഉംറയ്ക്ക് വേണ്ടി പോയ നമ്മുടെ നാട്ടിൽ
നാട്ടുകാരിൽ പലരും പരിശുദ്ധമായ ഹറമിന്റെ മണ്ണിലാണല്ലോ റഹ്മാനെ ആഫിയത്ത് നൽകണേ അവർ ചെയ്യുന്ന ഇബാദത്തുകൾ മുഴുവൻ കബൂലിയത്തുള്ളതാക്കണേ റഹ്മാനെ ഷാബാനിന്റെ അവസാന ദിവസങ്ങളിൽ റമദാനിന്റെ തുടക്ക ദിവസങ്ങളിൽ പരിശുദ്ധ ഉംറയ്ക്ക് വേണ്ടി കരുതിയ ആളുകൾ പലരും ഈ സദസ്സിൽ നാട്ടിലും വസിയത്ത് ചെയ്തവരിലുമുണ്ട് അവരുടെ എല്ലാ കാര്യങ്ങളും നീ റാഹത്തിനാക്കി കൊടുക്കണേ സന്തോഷത്തിനാക്കി കൊടുക്കണേ റഹ്മാനെ സാധുക്കളായ നമുക്കും ആ പുണ്യകർമ്മം ചെയ്യാനുള്ള എല്ലാവിധ സഹായങ്ങളും നീ ചെയ്തു തരണേ മരിച്ചുപോയ നമ്മുടെ എല്ലാ കുടുംബങ്ങൾക്കും പരിപൂർണമായ മഗ്ഫിറത്തും മർഹമത്തും നൽകി സ്വർഗ്ഗ നരകത്തിൽ നിന്നുള്ള കാവലും നൽകി നീ അനുഗ്രഹിക്കണേ بحق سيدنا محمد صلى الله عليه وسلم حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير صلى الله على محمد صلى الله عليه وسلم.